നമസ്കാരം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ വരുംവരായികളെപ്പറ്റി ആലോചിച്ച് വേണ്ട വിധത്തിൽ ചിന്തിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ട ഇടവരുത്തും. ഇവിടെ രാമായണത്തിൽ ദശരഥൻ്റെ കാര്യത്തിലും അതാണുണ്ടായത്. അദ്ദേഹം ചെയ്ത പല പ്രവൃത്തികളും പെട്ടെന്ന് ഉള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പലപ്പോഴും ഭാവിയിലേക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും, ഉദാഹരണത്തിന് ശ്രീരാമ പട്ടാഭിഷേകം പോലും വേണ്ട വിധത്തിൽ ആലോചിക്കാതെ എടുത്തിയാടെയാണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ കൈകേയിയോടുള്ള സമീപനവും എല്ലാം ഈ എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമാണ്. ഇത് ദശരഥൻ മാത്രമല്ല, രാമായണത്തിലെ മിക്ക കഥാപാത്രങ്ങളും ഇതുപോലെ ഉള്ള എടുത്തുചാട്ടത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അവർക്ക് അപകടം പറ്റുന്നത്. അത് രാവണനായാലും ലക്ഷ്മണനായാലും എല്ലാവരും ഈ പെട്ടെന്നുള്ള ആവേശത്തെ അടക്കി നിർത്താനാവാതെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ അബദ്ധം വരുന്നത്. നേരെ മറിച്ച് ശ്രീരാമൻ ഏത് പ്രവൃത്തിയും ആലോചിക്കേണ്ട പോലെ വളരെ ആലോചിച്ച്, ചോദിക്കേണ്ടവരോട് ചോദിച്ച്, വളരെ തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യമാദ്യം ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് പടിപടിയായി ഉയർന്ന് രാജാവിൻ്റെ രാജഭരണം വരെ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ജീവിതത്തിലും പഠിക്കേണ്ടത്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ സാറിൻ്റെ രാമായണം ക്ലാസ്സിലുള്ളത്. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം. ഓർമ്മിക്കുക, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പോയിന്റിനകത്തും നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. നമ്മൾ ധരിക്കുന്നു അവൻ അത്ര ബുദ്ധിയൊന്നുമില്ല, അത് തെറ്റാ. അവന് ചിലപ്പോൾ സദ്ബുദ്ധി അത്ര ഇല്ലായിരിക്കാം, പക്ഷെ നെഗറ്റീവ് ബുദ്ധി ഷാർപ്പായിട്ട് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അതുകൊണ്ട് മുഖത്തേക്ക് നോക്കി, നടത്തം നോക്കി, പെരുമാറ്റം നോക്കി, സംസാരിക്കുന്ന രീതി നോക്കിയിട്ട് ഒരാളെ ഇവാലുവേറ്റ് ചെയ്തേക്കല്ലേ. അർത്ഥം മനസ്സിലായല്ലോ? നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല ആൾക്കാർ, പലരും പല ടൈപ്പ് ആൾക്കാരാണ് എന്നുള്ളത് അറിയണം. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ആ ദശരഥൻ കൈകേയിയെ കൊണ്ട് പറയിപ്പിച്ചു. ഇപ്പോഴാണ് രാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ റെഡിയാണ്. ദശരഥൻ രാമൻ്റെ പട്ടാഭിഷേകം നടത്തിയത് നമ്മൾ അറിയേണ്ട ഒരു വരിയാണ്. എന്താ അറിയോ? നമ്മൾ ചില കാര്യങ്ങൾ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. നമ്മൾ വിചാരിക്കുന്നു പണ്ട് 2 വരം കൈകേയിക്ക് കൊടുത്തിട്ടുണ്ട്, അവരിപ്പം എങ്ങാനും അത് ഉപയോഗിച്ചിട്ട് കൈകേയിയുടെ ഉപദേശത്തിലൂടെ രാമനെ കാട്ടിലേക്ക് അയക്കുകയും അവളുടെ മകനെ രാജാവാക്കുകയും ചെയ്തു. ഒരു ചെറിയ തെറ്റ് കൂടി ദശരഥന് പറ്റിയിട്ടുണ്ട്. കേകയ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ദശരഥനെ നിന്ന് ഒരു വരി വാഗ്ദാനം കേകയ രാജാവ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ മകളിലുണ്ടാകുന്ന പുത്രനെ രാജാവാക്കിക്കൊള്ളാമെന്ന് ശരിയെന്നേ ദശരഥൻ പറഞ്ഞിട്ടുള്ളൂ. കൈകേയിലുണ്ടാകുന്ന മകനെ രാജാവാക്കിക്കോളാന്ന് പറഞ്ഞിട്ടില്ല, രാജാവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രതിജ്ഞ തെറ്റുന്നത് എപ്പോഴാണ്? സത്യം തെറ്റുന്നത് എപ്പോഴാണ്? പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്തോളാന്ന് പറയുമ്പോഴേ അത് പ്രതിജ്ഞയാവുള്ളൂ. പ്രതിജ്ഞ എടുത്തിട്ടില്ല, പകുതി പ്രതിജ്ഞ, ശരിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ ഭരതനും അതുപോലെ തന്നെ ശത്രുഘ്നനും ഇല്ലാത്ത സമയത്ത് ധൃതി പിടിച്ച് ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്തി. ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു, ഏത് കാര്യം ചെയ്യുമ്പോഴും ഹറിബറിയായിട്ട് ചെയ്യല്ലേ, ധൃതി പിടിച്ച് ചെയ്യല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന 3 കാര്യമാണ്. എന്താ? ഹറി, വറി, കറി, 3 എണ്ണം അറിയാലോ? ഹറി, വറി, കറി. അതുകൊണ്ട് ഹറിയിലൂടെ വറിയിലേക്ക് ചെന്നെത്താതെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചേ ചൊല്ലും. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ, അദ്ദേഹം ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു വരിയുണ്ട്, തിങ്ക് ഫോർ 1 hour, 23 hours can be made more useful. 1 മണിക്കൂർ ഇരുന്ന് ചിന്തിക്കാം, ബാക്കി 23 മണിക്കൂർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും 5 വാക്കുകൾ ഓർമ്മിക്കുക. സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾ 2 പേര് കോട്ടുവായ വിട്ടാൽ ഞാൻ സ്പീഡ് കുറയ്ക്കാം. 3 പേര് വാച്ച് നോക്കിയാൽ സ്പീഡ് കുറയ്ക്കാം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ് 5 വാക്കുകളാണ്. ഇത് പഠിക്കണം.
ഇത് മനസ്സിലുണ്ടാവണം. തിങ്കിങ്, മനസ്സിലായി? ഇരുന്ന് ചിന്തിക്കുക. സ്റ്റാർട്ടിങ്, ഏത് വർക്കാണോ ചിന്തിച്ചത് അത് ചെയ്യുക. ഡൂയിങ്, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി അത് ചെയ്യുക. കംപ്ലീറ്റിംഗ്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇവാലുവേറ്റിംഗ്, ആ വർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്തിരിഞ്ഞ് നോക്കിയിട്ട് അതിനെ അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. ഓർമ്മിക്കാനുള്ളത്, ദശരഥൻ ഈ രാമൻ്റെ പട്ടാഭിഷേകം യുവരാജാവായിട്ട് നടക്കുന്നതിന് മുമ്പ് കാര്യങ്ങളും കാരണങ്ങളും നല്ലോണം ചിന്തിക്കേണ്ടിയിരുന്നു, ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നു. ഇത് കൗസല്യയ്ക്ക് അറിഞ്ഞൂടാ, സുമിത്രയ്ക്ക് അറിഞ്ഞൂടാ, വസിഷ്ഠൻ അറിഞ്ഞൂടാ, ആ പ്രദേശത്തുള്ള സൈന്യാധിപന്മാർക്ക് അറിഞ്ഞൂടാ. ഈ സൈന്യാധിപന്മാർക്ക് നിർദ്ദേശം കൊടുക്കേണ്ട പാർട്ടിയല്ലേ യുവരാജാവായ രാമൻ? ആ സൈന്യാധിപൻ അറിഞ്ഞൂടാ രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നതായിട്ട്, ആർക്കും അറിഞ്ഞൂടാ. ഹറി ബറിയായിട്ട് ഞാൻ നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു, ഒരു തീരുമാനവും ധൃതി പിടിച്ചെടുക്കല്ലേ. മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ പോലും 5-6 പേരോട് ചോദിച്ചിട്ടേ ചെയ്യാം. നിങ്ങൾ ഏത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പോലും 2-3 പേരോട് ചോദിക്കുക, ആ ഹോട്ടലിലെ ഭക്ഷണം എങ്ങനെയുണ്ട്, നല്ലതാണോ. ഏത് സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ പോകുമ്പോഴും അവിടെ ചെന്ന് കുട്ടികളോട് ചോദിക്കുക, അധ്യാപകരോട് ചോദിക്കുക, ഈ സ്കൂൾ നല്ലതാണോ. ചെയ്തുകൂടെ? നമുക്ക് 24 മണിക്കൂറുണ്ടല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അത്രയും ജോലിയൊന്നും നിങ്ങൾക്കില്ലല്ലോ. നരേന്ദ്രമോദിയുടെ അത്ര വർക്കൊന്നും ഇല്ലല്ലോ. ഇവരെക്കാൾ ഏറ്റവും കൂടുതൽ വർക്കുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അത്രയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് വർക്ക്. അപ്പോൾ പിന്നെ ആ 24 മണിക്കൂറിൽ കുറച്ച് സമയം ഡിസ്കസ് വിത്ത് അതേഴ്സ്, അനലൈസ് വിത്ത് അതേഴ്സ്, എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ്, ദെൻ ഓൺലി പുട്ട് യുവർ സ്റ്റെപ്പ് ഫോർവേഡ്. അല്ലാതെ ചെയ്യരുത്. ദശരഥനിൽ നിന്ന് പഠിക്കാനുള്ള വരി ഇതാണ്. ഹറി ബറിയായിട്ട് നിങ്ങൾ എന്തു ചെയ്തോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അബദ്ധം പറ്റും. അതുകൊണ്ട് അത്ര ധൃതിയൊന്നുമില്ലല്ലോ യുവരാജാവായിട്ട് പട്ടാഭിഷേകം നടത്താൻ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഭരതൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുവരാജാവായിട്ട് പട്ടാഭിഷേകം നടത്തിയ വേളയിൽ ശ്രീരാമനെ കാട്ടിലേക്ക് പോകാൻ കൈകേയി പറയുമായിരുന്നോ? ഭരതൻ ഉണ്ടായിരുന്നെങ്കിൽ? ഞാൻ രാമായണത്തെക്കുറിച്ചാണ് പറയണേ കേട്ടോ, കടങ്കഥയൊന്നുമല്ല. നിങ്ങൾ ഇത്ര എക്സ്പെർട്ടല്ലേ രാമായണത്തിൽ. ഞാൻ സെക്കൻഡിൽ വിചാരിച്ചു ഭരതനുണ്ടെങ്കിൽ പറയില്ല കൈകേയി. കാരണം എന്തറിയോ? കാരണം ഭരതൻ അത്രയും 100-ൽ 150% അറിയാൻ രാമന് തുല്യം രാമൻ മാത്രം. ശരിക്കും പറയാറുണ്ട്, ഗഗനം ഗഗനോപമ, ലവണം ലവണോപമ, അതുപോലെ തന്നെ മധുരം മധുരോപമ. ഇങ്ങനെ തന്നെയാണ് രാമം രാമോപമ. രാമന് തുല്യമായിട്ട് രാമൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്നുള്ളത് ഭരതന് നല്ലോണം അറിയാവുന്ന പാർട്ടിയാണ്. ഒരിക്കലും രാമനെ കാട്ടിലേക്ക് പോകാൻ കൈകേയിയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം നടക്കില്ല. കാരണം കൈകേയിയുടെ അമ്മയെ സ്റ്റോപ്പ് ചെയ്യാൻ ലക്ഷ്മണന് സാധിക്കില്ല. കൈകേയിയുടെ അല്ല, ഭരതൻ്റെ അമ്മയെ സ്റ്റോപ്പ് ചെയ്യാൻ ലക്ഷ്മണൻ. നേരെ ഭരതനത് സാധിക്കും കുറച്ചും കൂടി. കാരണം ഭരതന് അർഹതപ്പെട്ടതാണ് വേണ്ടെന്ന് പറയുന്നത്. ലക്ഷ്മണന് ഭരതന് കൊടുക്കരുതെന്ന് പറയാൻ പ്രൊവിഷൻ ഇല്ല. അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് പറയാം. ഭരതന് പറയാം എനിക്ക് വേണ്ട, എന്നെ രാജാവാക്കാൻ അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയാം. ധൃതി പിടിച്ച് നമ്മുടെ ശത്രുഘ്നനും ഭരതനും വരുന്നതിന് മുമ്പ് അവരെങ്ങോട്ടാണ് പോയിരുന്നത്? ഗൗഹാട്ടിയിലേക്ക് പോയിരുന്നു. പുര എന്നുള്ളത് ഗൗഹാട്ടിയാണ്. അവിടേക്ക് പോയി വരുന്നതിന് മുമ്പ് തീരുമാനമെടുത്തു. മാത്രമല്ല, ഇനി ഇവിടെ നല്ലൊരു സംഭവമുണ്ട്. ഈ പട്ടാഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് കൈകേയിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോകണമെന്ന് വരുമ്പോൾ രാമൻ വികാരഭരിതനാകാതെ ലക്ഷ്മണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലക്ഷ്മണനാണെങ്കിൽ ദേഷ്യപ്പെട്ട് വാളൂരി അച്ഛനെ ഇപ്പം തീർത്തേക്കാന്ന് പറഞ്ഞ് പോവാണ്. അവിടെ വെച്ചിട്ടാണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. അതിൻ്റെ പേര് ലക്ഷ്മണോപദേശം. നല്ല ഐ താത എന്ന് വിളിച്ചിട്ടാണ്, അല്ലയോ മകനെ എന്ന് വിളിച്ചിട്ടാണ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ ഓർമ്മിക്കാനുള്ളത് ഓരോ വരിയിൽ പറയാം. ആദ്യം, ഇതുവരെ ലക്ഷ്മണനെ രാമൻ ഉപദേശിച്ചിട്ടില്ല. എന്താ കാരണം? ഒരു ക്രൈസിസും വീട്ടിനകത്തുണ്ടായിട്ടില്ല. നിങ്ങളുടെ വീട്ടിലും വെറുതെ ഇരിക്കുമ്പോൾ മക്കളെ കയറി ഉപദേശിക്കരുത്. ഓരോ പോയിന്റിൽ വരുമ്പോൾ ചോറ് കളഞ്ഞ ഊണ് കഴിക്കുമ്പോൾ അരുത് മകനെ, ചോറ് കളയരുത്. അന്നം ലക്ഷ്മിയാണ്, അത് സരസ്വതിയാണ്, അത് നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. അർത്ഥം മനസ്സിലായോ? പതുക്കെ പറയണം മക്കളോട്. അല്ല ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആരാടി TV നോക്കുന്നത്? ഞാനല്ല.
ആരാടി അത് ഓൺ ചെയ്തത്? ആരോ ഓൺ ചെയ്തു. നീ എന്തിനാടി നോക്കിയിരിക്കുന്നത്? അത് ഓൺ ചെയ്തുകൊണ്ട് ഞാനിരിക്കുന്നു. നാളെ പരീക്ഷയാണെന്ന് അറിഞ്ഞൂടേടി? അറിയാൻ ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് മനസ്സിലായത്. ആര് പരീക്ഷ എഴുതാൻ പോകൂടി? അമ്മ പോയാൽ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ പോവാം. നാളെ എൻ്റെ മോൾക്ക് പരീക്ഷയാണ്. അമ്മയ്ക്ക് രാത്രി മോള് പഠിക്കാനിരിക്കുകയാണെങ്കിൽ കട്ടൻ കാപ്പി വേണമെങ്കിൽ ഉണ്ടാക്കിത്തരാം, അമ്മ കൂടെ ഇരിക്കാം. അമ്മയ്ക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല, എൻ്റെ മോൾക്ക് നല്ല മാർക്ക് മേടിക്കണം എന്ന് പറഞ്ഞ് നോക്കിയേ. എന്ത് നേരത്തെ കയറി ശരിക്കും KR ഗൗരിയെ പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വലിയ പ്രോബ്ലം. ഇപ്പം നമ്മൾ നോക്കാനുള്ളത് ആ ഇതെന്ന് വെച്ചാൽ താത ആദ്യം ലക്ഷ്മണനോട് പറയുന്നത് എന്താണ്? വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കരുത് ലക്ഷ്മണ, വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രതികരിക്കാൻ. എന്ത് രസമായിട്ടുള്ള വരിയാണ്. വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കരുത്. നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഞാൻ ഇന്ന് ക്ലാസ് എടുത്തപ്പോഴും അവരോട് പറയും, നിങ്ങൾക്ക് ദേഷ്യം തോന്നുമ്പോൾ അടിച്ച് കയറി എന്തെങ്കിലും പറയല്ലേ. ദേഷ്യം തോന്നുമ്പോൾ എളുപ്പ വഴി എന്താണ്? പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നോ തേന്മാവോ പൂക്കുന്ന ഒന്ന് പാടി നോക്കിയേ. അല്ലെങ്കിൽ ചക്കര പന്തലിൽ തേൻ. പിന്നെ നിന്നെ പോലെ എനിക്ക് അഴകില്ലടി, എന്നെക്കാളും കൂടുതൽ നിനക്ക് അഴകുണ്ടെന്ന് നല്ലൊരു പാട്ട് ഇന്നലെ കേട്ടു. ആദ്യം ഞാൻ തല്ലിപ്പൊളി പാട്ടാന്ന് വിചാരിച്ചു. നല്ല പാട്ടാണ്, അസല് പാട്ടാണ്. അപ്പോൾ ഈ ചില പാട്ടുകൾ, ഇതൊക്കെ എത്ര പാട്ടുകളാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ലൊരു പാട്ടുകൾ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. കാവ്യ പുസ്തകമല്ലോ ജീവിതം, എന്താ അർത്ഥമുള്ള പാട്ടാണ്. ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് മാറിയേക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഭവം ഓർക്കുക. കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? വേറൊരു സംഭവമല്ലേ? ഞാൻ ചിലപ്പോൾ ചിലരോടൊക്കെ തമാശ നല്ല ദേഷ്യം വരുമ്പോൾ ഒരു സംഭവം തിരുവനന്തപുരത്ത് നടന്നു. KR ഗൗരിയമ്മയുടെ 100ാം ജന്മവാർഷികത്തിന് പിണറായി വിജയൻ അവർക്കൊരു പൊന്നാട അണിയിച്ചു. പൊന്നാട അണിയിക്കുമ്പോൾ KR ഗൗരിയമ്മ പറഞ്ഞത് എന്താ പറയുക? അണിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിജയ നിൻ്റെ ഭരണത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ രാത്രി 10 മണിക്ക് നീ ഒരു സാരി ചുറ്റി കിഴക്കേ കോട്ടയെ കൂടെ നടന്നാൽ മതി. ഈ പൊന്നാട അണിയിക്കുന്നതിന് ഇടയ്ക്കായി പറഞ്ഞത് അമ്മച്ചി. അർത്ഥം മനസ്സിലായോ? എത്ര ചിരിക്കാൻ ഇവിടെ ഉണ്ടറിയോ? 48 വർഷം എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് നടന്ന ജഗതി ശ്രീകുമാറിന് 6 വർഷമായിട്ട് ചിരിക്കാൻ പറ്റാതെ കിടക്കുകയാണ്. എന്തൊക്കെ ആ നന്ദനം എന്ന സിനിമയിൽ ദേശാമണി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നടക്കുമോ കേശവൻ നായരെ ഇത്? അപ്പോൾ ഈ കേശവൻ നായർ തിരിച്ച് ദേശാമണി അമ്മയോട് ചോദിക്കുന്നത് എന്താ അറിയോ? ദേശാമണി അമ്മയ്ക്ക് എത്ര വയസ്സായി അല്ലേ? ആ ചോദ്യം നോക്കണം. അപ്പോൾ അവർ പറയും 78. ഇനി ഒരു 5 വർഷം നടക്കും, പിന്നെ 5 വർഷം കിടക്കും, പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് മാറി ചിന്തിച്ച് നോക്കിയേ അല്ലേ? മുദ്ദുഗൗ എന്ന് പറഞ്ഞിട്ട് നേരെ കയറിയിട്ട് ഓലപ്പുരയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് നോക്കിയ തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള സിനിമയുടെ ആവശ്യം. ഏതായാലും പരസ്പരവും ചന്ദനമഴയും കറുത്തമുത്തും നോക്കിയിരിക്കല്ലേ, അത് ബ്രഹ്മം മാതിരിയാണ്. ആരംഭമുണ്ട്, അവസാനം ഇല്ല. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഉപ്പും മുളകും. ഇവിടേക്ക് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് കുറച്ച്.